ഭരതൻ സംവിധാനം ചെയ്ത വൈശാലി എന്ന ചിത്രത്തിന്റെ നെടുന്തൂണായ കഥാപാത്രമാണ് ലോമപാത രാജാവ്. ഏത് ചിത്രം ചെയ്യുമ്പോഴും മനസ്സിൽ രൂപപ്പെട്ട കഥയിലെ ഓരോ ഫ്രെയിമിന്റെയും സ്കെച്ച് വരച്ച് തൃപ്തിയായാൽ മാത്രമായിരുന്നു ഭരതൻ സംവിധാനത്തിലേക്ക് കടന്നിരുന്നത്. വൈശാലിയിലെ പ്രധാന കഥാപാത്രമായ ലോമപാത രാജാവിന്റെ വേഷത്തിൽ ഭരതന്റെ മനസ്സിലും വരയിലും വിരിഞ്ഞത് പ്രേംനസീറിന്റെ മുഖമായിരുന്നു. കോലത്തിരി രാജപരമ്പരയിലെ ഉദയൻ രാജാവായി പ്രേംനസീർ കത്തിജ്വലിച്ച പടയോട്ടം എന്ന ചിത്രം ഭരതനെ അത്രയേറെ ആകർഷിച്ചിരുന്നു. പക്ഷേ വൈശാലിയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയം പ്രേംനസീർ ഒരു വിദേശയാത്ര വലിയ ഉയരത്തിൽ താടി വെച്ച രൂപമായിട്ടായിരുന്നു ലോമപാത രാജാവിനെ ഭരതൻ വരച്ചു വെച്ചത്. ഇത് കണ്ടപ്പോൾ പലരും ഭരതനോട് ബാബു ആന്റണിയുടെ കാര്യം പറഞ്ഞു. ഭരതൻ സമ്മതമായിരുന്നില്ല. ഒടുവിൽ അണിയറ പ്രവർത്തകർ ലോമപാത രാജാവിന്റെ വേഷഭൂഷാദികളോടെ ബാബു ആന്റണിയെ ഭരതന്റെ മുന്നിൽ കൊണ്ടു നിർത്തിയപ്പോൾ ആദ്യ നോട്ടത്തിൽ തന്നെ ഭരതൻ ഓക്കെ പറയുകയായിരുന്നു. ലോമപാതനായി വന്ന ബാബു ആന്റണി തിയേറ്ററിൽ നേടിയ ഹർഷാരവം കുറച്ചൊന്നുമായിരുന്നില്ല.